CPIM പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ 6 SDPI പ്രവർത്തകരെ കോടതി വെറുതെ വിട്ടു. തലശ്ശേരി ഉസൻമേട്ടിലെ CPIM പ്രവർത്തകനായ UK സലീമിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെയാണ് തലശ്ശേരി സെഷൻസ് കോടതി വെറുതെ വിട്ടത്. KV ലത്തീഫ്, EP അബ്ദുള്ള, സക്കീർ ഹുസൈൻ, P നാസർ, ഷാബിൽ, മുഹമ്മദ് ഹാഷിം എന്നിവരെയാണ് വിട്ടയച്ചത്. 2008 ജൂലൈ 23 രാത്രിയാണ് സലീം കുത്തേറ്റ് മരിച്ചത്. DYFI പോസ്റ്ററിന് മുകളിൽ SDPIയുടെ പോസ്റ്റർ ഒട്ടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. സലീമിന്റെ കൊലപാതകത്തിന് ഫസൽ വധക്കേസുമായി ബന്ധമുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു. സലീമിന്റെ പിതാവാണ് ഇത്തരത്തിൽ മൊഴി നൽകിയത്. പത്തനംതിട്ട തിരുവല്ലയിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന് നേരെ ആക്രമണം. കുടുംബൻ SHOക്കെതിരെയാണ് ആക്രമണമുണ്ടായത്. സംഭവത്തിൽ 3 പേർക്കെതിരെ കേസെടുത്തു. പോലീസ് ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്ത പ്രതികളെ തിരിച്ചറിഞ്ഞു. 1-ാം പ്രതി പിടിവലി നടത്തി. മറ്റ് 2 പേർ സഹായികളാണ് എന്നാണ് FIR. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന SHOയെ തടഞ്ഞുവെച്ച പ്രതികൾക്കായി തെരച്ചിൽ ആരംഭിച്ചു. ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാൻ വിപ്ലവ ഗാർഡിന്റെ ഇന്റലിജൻസ് മേധാവി മേജർ ജനറൽ സെയ്ദ് മജീദ് ഖാദിമി കൊല്ലപ്പെട്ടു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സാണ് ഖാദിമിയെ വധിച്ച വിവരം പുറത്തുവിട്ടത്. പുലർച്ചെ നടന്ന ആക്രമണത്തിൽ ഖാദിമി കൊല്ലപ്പെട്ടതായി ഇറാൻ വാർത്താ ഏജൻസി ഫാസ് സ്ഥിരീകരിച്ചു. എവിടെ നടന്ന ആക്രമണത്തിലാണ് ഖാദിമി കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ വെളിപ്പെടുത്തിയിട്ടില്ല. ഇറാനിലെ ഉന്നത നേതാക്കളെ ഉന്മൂലനം ചെയ്യുന്നത് തുടരുമെന്ന് ഇസ്രായേൽ ആവർത്തിച്ചു. ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ഇറാന് സമയപരിധി നിശ്ചയിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെന്ന് ട്രംപിന്റെ നിർദ്ദേശം. ഹോർമൂസ് തുറന്നില്ലെങ്കിൽ നരകം നേരിടേണ്ടി വരുമെന്നും ഇറാനിയൻ വൈദ്യുതി നിലയങ്ങളും പാലങ്ങളും ആക്രമിക്കുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകി. ഇറാനിൽ ആക്രമണം കടുപ്പിക്കാനുള്ള ലക്ഷ്യസ്ഥാനം അമേരിക്ക നിശ്ചയിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഹോർമൂസ് ഇനി അമേരിക്കയ്ക്കും ഇസ്രായേലിനും പഴയപടിയാകില്ലെന്ന് പ്രഖ്യാപിച്ച് ഇറാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സൈനിക നീക്കങ്ങളിൽ അമേരിക്കയ്ക്ക് കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിയതായും ഇറാൻ അറിയിക്കുകയുണ്ടായി. അതേസമയം അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില $111 ഉയർന്നു. ബ്രെന്റ് ക്രൂഡിന്റെ വില $109. ഇറാനിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേലും അമേരിക്കയും ആക്രമണത്തിൽ വിവിധയിടങ്ങളിൽ 6 കുട്ടികളടക്കം 34 പേർ കൊല്ലപ്പെട്ടു. ടെഹ്റാനിൽ മാത്രം കൊല്ലപ്പെട്ടത് 13 പേരാണ്. ബെയ്റൂട്ടിലെ ജന്നയിലും അയൻ സാദിയയിലും ആക്രമണമുണ്ടായി. ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെടുകയും 55 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ജനാഹിലെ ആക്രമണത്തിൽ 15 വയസ്സുള്ള പെൺകുട്ടി ഉൾപ്പെടെ 5 പേരാണ് കൊല്ലപ്പെട്ടത്. സാദിയയിൽ നടന്ന ആക്രമണത്തിൽ 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലും ആക്രമണമുണ്ടായി. പുലർച്ചെയുണ്ടായ വ്യോമാക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെട്ടതായാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേലോ US ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കണമെന്ന ആവശ്യം വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുകയുണ്ടായി. ട്രംപിന്റെ ഭീഷണി മുഴക്കിയതിന് പിന്നാലെയാണ് ഈ ഒരു ആക്രമണമുണ്ടായത്. പുലർച്ചെ ടെഹ്റാനിലെ ഷെരീഫ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിക്ക് നേരെയും വ്യോമാക്രമണങ്ങളുണ്ടായി.